ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ വണ്ടിക്ക് മിസ്സിംഗ് കംപ്ലയിൻറ്റ് പറയാനുണ്ട്, ചെയിൻ ലൂബ് ചെയ്യാനുണ്ട്, ബോൾ റൈസർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിസ്സിങ്ങിൻ്റെയാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒരു വർക്കാണ് നമുക്ക് ചെയ്യേണ്ട മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട്. പിന്നെ ക്രാഷ് കാർഡ് ലെവൽ ചെയ്തിട്ട് വെൽഡ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുമെന്ന് തോന്നണേ ചേട്ടാ, കാരണം അത് ലെവൽ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ മാറിപ്പോകുന്നുണ്ട്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റ് ഫോക്കസ് ചെക്കപ്പ്, ABS ചെക്കപ്പ്, പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. ABSൻ്റെ സെൻസർ ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് വന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ RC ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ തന്നെ RC ബുക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഷോറൂമിൽ പോയി ബുക്ക് ചെയ്യണമായിരിക്കും ബെറ്റർ. അതായത് മെയിൻ ഡീലറുടെ അടുത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മേടിച്ചു കൊണ്ടുവന്നാൽ നമുക്കത് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ക്രാഷ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വെൽഡിങ് വിട്ടുപോയേക്കാണ്. അപ്പോൾ നമ്മളത് പൊസിഷൻ ലെവലാക്കിയിട്ട് വെൽഡ് ചെയ്യാമെന്നൊക്കെ നിൽക്കുമ്പോൾ മൊത്തത്തിൽ അലൈൻമെൻറ്റ് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതാണ് തൽക്കാലം നമ്മളത് ഒഴിവാക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കേസ്. സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി അഴിച്ചിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ചെയിൻ അഡ്ജസ്റ്റിങ് ഏറെക്കുറെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്, മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും തൽക്കാലം ക്ലീൻ ചെയ്ത് ഈ തവണ കൂടി നമുക്ക് ലൂബ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല, അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാറ്ററി 2025 ബാറ്ററിയാണ്, ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ. പക്ഷേ നമുക്ക് ഈ സൈഡിൽ എഞ്ചിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല രീതിയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അത് ഈ ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഓറിങ് കംപ്ലയിൻ്റ് ആയിട്ട് അതിൽ ഓയിൽ താഴേക്ക് ഒഴുകി വന്നാട്ടത്. അപ്പോൾ അതൊന്ന് അഴിച്ച് നമുക്ക് ആ ഓറിങ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. അത് കൂടാതെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ ലീക്കേജ് കാണുന്നുണ്ട് ഈ സൈഡ്, ഇതുണ്ടോ. അപ്പോൾ അത് നമുക്ക് ഈ കവർ കാണാൻ പ്രത്യക്ഷത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് ഈ കവറിൻ്റെ ഉള്ളിലൊരു ഓറിങ് വന്നുണ്ട്, അത് അഴിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് പിന്നെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിസ്സിങ്ങിൻ്റെ കേസിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കാർബറേറ്ററിൻ്റെ പ്രോബ്ലമാണ്. കാർബറേറ്റർ നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ വാക്യൂം പിസ്റ്റനൊക്കെ അത്യാവശ്യം കംപ്ലയിൻ്റ് ഉണ്ട്. വാക്യൂം പിസ്റ്റനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. പിന്നെ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്താണ് സ്ലോ ജെറ്റ് വന്നിട്ട് കേട്ടോ. സ്ലോ ജെറ്റ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അതിനുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇത് ഇപ്പോഴത്തെ നമ്മുടെ പെട്രോൾ E20 പെട്രോളാണ്, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു പൂപ്പൽ പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പരമാവധി നമ്മൾ കാർബറേറ്റർ അഴിക്കാതെ നോക്കാനാണ് ശ്രമിക്കാറ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് സാധാരണ രീതിയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ പരമാവധി നമ്മൾ അഴിക്കാതെ നോക്കാം. പക്ഷേ വണ്ടിക്ക് മിസ്സിങ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിച്ചാണ്, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതിനുവേണ്ടി അഴിച്ചാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താലും ഓവർഫ്ലോൻ്റെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു റിസ്ക് നമ്മുടെ വണ്ടിക്ക് ഉണ്ട് കേട്ടോ, അത് അറിഞ്ഞിരിക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അഴിച്ച് പ്ലഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ അത്യാവശ്യം മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ. ഇതെൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്, ആ ലൈനോട് ചേർന്നാണ് ഇപ്പോൾ നിൽക്കണത്. എന്തായാലും ഇത് അടുത്ത സർവീസ് വരെ കിടന്ന് ഓടില്ല. കയ്യോടെ മാറ്റാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ മാസവും കയറ്റിയിട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കണം, എത്രത്തോളം ആയി, അത് പ്ലേറ്റ് മൊരയാറായിട്ടുണ്ടോ, അങ്ങനെ നോക്കാൻ നിൽക്കേണ്ടി വരും. മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റ് ചെക്ക് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ടാകും, അതും നമ്മൾ നോക്കി കുഴപ്പമൊന്നുമില്ല. ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്, നമുക്ക് അത്രയാണ് അതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് പൊല്യൂഷൻ ടെസ്റ്റാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കാർബറേറ്റർ അടക്കം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കണ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയിൻ ലൂബ് ഉണ്ട്, അതേപോലെ വാട്ടർ സർവീസിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജനറൽ സർവീസ്, എൻജിൻ ഓയിൽ, ഈ ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഓറിങ് അതിനകത്ത് വരും, ഹെഡ് കവറിൻ്റെ ബീഡിങ് ആ റബ്ബർ അതിനകത്ത് വരുന്നുണ്ട്, കാർബറേറ്റർ ക്ലീനർ വരും, അതേപോലെ തന്നെ വാക്യൂം പിസ്റ്റൺ സ്ലോ ജെറ്റും വരുന്നുണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വരും, ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കും. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം. ഓക്കെ.